ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ ലോക പൈതൃക പട്ടികയിലുള്ള പാറക്കെട്ടുകളായിട്ടുള്ള എല്ലോറ ഗുഹകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിരവധി ഗുഹകളും അവയ്ക്കുള്ളിലെ ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ഒരു വലിയ പ്രദേശമാണിത്. AD 600-1000 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇവ ഹിന്ദു, ബുദ്ധ, ജൈനമത ശില്പകലകളുടെ സംഗമസ്ഥാനമാണെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത കൈലാസനാഥ ക്ഷേത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഇവിടെ 1 മുതൽ 34 വരെയുള്ള ഗുഹകളാണ് കേട്ടോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 16ാമത്തെ ഗുഹയാണ് ഈ കൈലാസ ക്ഷേത്രം. ഉള്ളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മളെ വരവേൽക്കുന്നത്. എത്ര കലാചാരതയോടെയാണ് ഈ ശില്പം ഭിത്തിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. നോക്കി നിന്നാൽ അതിന് കണ്ണെടുക്കാൻ തന്നെ തോന്നില്ല. ഈ ക്ഷേത്രം മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പാറ തുരന്ന് താഴോട്ടേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇവിടെ കാണുന്ന കൂറ്റൻ തൂണുകൾ ഉൾപ്പെടെ എല്ലാം പാറ തുറന്നിട്ടാണ് നിർമ്മിച്ചത്, അല്ലാതെ പുറത്തുനിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ചതല്ല കേട്ടോ. 1200 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരുടെ കലാവിരുത് പൂർണ്ണമായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആന, വ്യാളി, സിംഹം, ആട് അങ്ങനെ പല രീതിയിലുള്ള ശില്പങ്ങൾ കാണാം. പക്ഷേ ഇതൊക്കെ പാതിയും തകർന്ന നിലയിലാണ് കേട്ടോ ഉള്ളത്. ഔറംഗസീബിൻ്റെ കാലത്ത് ഈ മഹാനിർമ്മിതി തകർക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും 5 വർഷത്തോളം അയാളുടെ സൈന്യം ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രേ. പക്ഷേ ചെറിയ പോറലുകൾ ഏൽപ്പിക്കാനല്ലാതെ തകർക്കാൻ പറ്റാത്തതുകൊണ്ട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്ന്. അങ്ങനെയൊക്കെ കഥകളുണ്ട്. മേ ബി അങ്ങനെ ആയിരിക്കാം ഇവയെല്ലാം ഈ കാണുന്ന രീതിയിലായിട്ടുണ്ടാവുക. ക്ഷേത്രത്തിന് ചുറ്റും മണ്ഡപങ്ങളും മുറികളും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അതിലെല്ലായിടത്തും ഇതുപോലെ ദേവതാ ശില്പങ്ങൾ കാണാം. വെറും ശില്പങ്ങൾ മാത്രമല്ല, പുരാണ കഥാസന്ദർഭങ്ങളൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ശിവലിംഗമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഇനി ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മളൊക്കെ ഒരു ഭിത്തിയിൽ തന്നെ ഒരു ശില്പം കൊത്തിയെടുക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഈ ശില്പം കൊത്തിയിട്ടുള്ളത് ഇതിൻ്റെ മേൽക്കൂരയിലാണ് കേട്ടോ. എന്തൊരു ആർട്ടാണല്ലേ. ഇപ്പം നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഏതാണ്ട് 200 വർഷത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തുടർന്ന് പോയിട്ടുണ്ടെന്നാണ് കേട്ടോ ചില ഗവേഷകരൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 10 തലമുറയിലുള്ള ആൾക്കാരെങ്കിലും ഇതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ടാകും. 13 മുതൽ 29 വരെയുള്ള ഗുഹകളാണ് കേട്ടോ ഹിന്ദു മതക്കാരുടെ ഗുഹാക്ഷേത്രങ്ങൾ. ശിവനും വിഷ്ണു ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കേട്ടോ ബുദ്ധമതക്കാരുടെ ഗുഹകൾ. 1 മുതൽ 12 വരെയുള്ള ഗുഹകളാണ് ബുദ്ധമതക്കാരുടേത്. 8ാം നൂറ്റാണ്ടിലാണ് ഇത് കൊത്തിയുണ്ടാക്കിയിട്ടുള്ളത്. വലിയൊരു ബുദ്ധവിഹാരം തന്നെയാണ് കേട്ടോ ഇതിനുള്ളിലുള്ളത്. ബുദ്ധൻ്റെ വിവിധ ഭാവങ്ങളിലുള്ള ശില്പങ്ങളും ബുദ്ധമത വിശ്വാസപ്രകാരമുള്ള ദേവതകളും എല്ലാം ഇവിടുത്തെ ഭിത്തികളിലും തൂണുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് 10ാം നമ്പർ ഗുഹ. 2 നിലകളാണ് കേട്ടോ ഇതിനുള്ളത്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ മനോഹരമാണ്. ഇതിലും ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്. 15 അടി ഉയരമുണ്ട് കേട്ടോ ഈ ബുദ്ധശില്പത്തിന്. 11ഉം 12ഉം ഗുഹകൾ ഏകദേശം ഒരേ സ്ട്രക്ചറാണ്. അന്നത്തെ കാലത്ത് സ്കൂളും ഹോസ്റ്റലും ഒക്കെ ആയിരുന്നു കേട്ടോ അത്. 1 മുതൽ 5 വരെയുള്ള ഗുഹകളാണ് കേട്ടോ ഈ അടുത്തടുത്ത് കാണുന്നത്. അനേകം ശില്പികളുടെ എത്രയോ ദിവസങ്ങളുടെ അധ്വാന ഫലമായിട്ടായിരിക്കും ഈ ഓരോ ഗുഹകളും ഉണ്ടായിട്ടുണ്ടാവുക. ഇന്നത്തെ കാലത്തെ പോലെ ഒരു സാങ്കേതിക വിദ്യകളും ഇല്ലാത്തൊരു സമയത്ത് കൂറ്റൻ പാറ തുരന്നിട്ട് വിശാലമായ ക്ഷേത്രങ്ങളും ശില്പങ്ങളും മുറികളും തൂണുകളും ഇതൊക്കെ നിർമ്മിച്ച ശില്പികളുടെ ഭാവനയും കഴിവും ഒക്കെയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. ലോകാത്ഭുതങ്ങളിൽ ഒരു മികച്ച സ്ഥാനം ലഭിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഈ മഹത്തായിട്ടുള്ള നിർമ്മിതി. ഇതെല്ലാം ഒന്ന് നേരിൽ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്. നിങ്ങളും ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാനും അറിയാനും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.